എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാങ്കേതികവിദ്യ അതിവേഗം വളരുന്ന ഈ ലോകത്ത് നമ്മുടെ സ്വകാര്യതയ്ക്ക് എന്ത് സംഭവിക്കുന്നുവെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. സോഷ്യൽ മീഡിയയുടെയും ഡിജിറ്റൽ ജീവിതത്തിൻ്റെയും ഈ കാലഘട്ടത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ സ്വകാര്യമായി സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ എല്ലാം പരസ്യമാക്കുന്നത് ചിലപ്പോൾ നമുക്ക് ദോഷകരമായി ഭവിച്ചേക്കാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്വകാര്യമായി സൂക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ്. നിങ്ങളുടെ ജീവിതം കൂടുതൽ സുരക്ഷിതവും സന്തോഷകരവുമാക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളാണ്. നിങ്ങളുടെ ബാങ്ക് ബാലൻസ്, നിക്ഷേപം, ശമ്പളം, സാമ്പത്തിക ഇടപാടുകൾ എന്നിവയെല്ലാം അതീവ രഹസ്യമായി സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് എല്ലാവരും അറിയുന്നത് അനാവശ്യമായ ബുദ്ധിമുട്ടുകൾ ക്ഷണിച്ചു വരുത്തും. ആളുകൾ നിങ്ങളെ പണം തട്ടാനുള്ള ഒരു ലക്ഷ്യമായി കാണാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അനാവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ അഭ്യർത്ഥിക്കാൻ ഇടയാക്കും. കൂടാതെ ഓൺലൈൻ തട്ടിപ്പുകൾക്ക് ഇരയാകാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ സാമ്പത്തിക വിവരങ്ങൾ വിശ്വസനീയമായ ആളുകളുമായി മാത്രം പങ്കുവയ്ക്കുക, അതും അത്യാവശ്യമാണെങ്കിൽ മാത്രം. ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളോ വരുമാന സ്ലിപ്പുകളോ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാതിരിക്കുക. രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളാണ്. ഓരോ ബന്ധങ്ങളിലും സ്വാഭാവികമായും ചില പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും. ഇത് പങ്കാളിയുമായുള്ളതാകാം, കുടുംബാംഗങ്ങളുമായുള്ളതാകാം, അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളുമായുള്ളതാകാം. ഈ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയോ പരസ്യമായി ചർച്ച ചെയ്യുകയോ ചെയ്യുന്നത് ബന്ധങ്ങളെ കൂടുതൽ വഷളാക്കാൻ മാത്രമേ സഹായിക്കൂ. നിങ്ങളുടെ സ്വകാര്യ പ്രശ്നങ്ങളിൽ മറ്റുള്ളവർക്ക് അനാവശ്യമായി ഇടപെടാൻ ഇത് അവസരം നൽകും. നിങ്ങളുടെ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ പങ്കാളിയുമായോ അല്ലെങ്കിൽ വളരെ വിശ്വസനീയമായ ഒരു സുഹൃത്തുമായോ മാത്രം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ശ്രമിക്കുക. മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള പദ്ധതികളാണ്. നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ, ലക്ഷ്യങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള പദ്ധതികൾ എന്നിവയെക്കുറിച്ച് എല്ലാവരുമായി പങ്കുവയ്ക്കുന്നത് ചിലപ്പോൾ നിരാശയിലേക്ക് നയിച്ചേക്കാം. ഒരു പുതിയ ബിസിനസ് തുടങ്ങുന്നതിനെക്കുറിച്ചോ വലിയൊരു പ്രൊജക്ട് ഏറ്റെടുക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു പുതിയ വീട്ടിലേക്ക് മാറുന്നതിനെക്കുറിച്ചോ ആകാം ഈ പദ്ധതികൾ. ഈ കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന് മുൻപ് പരസ്യമാക്കുന്നത് അനാവശ്യ സമ്മർദ്ദമുണ്ടാക്കുകയും ചിലപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് നെഗറ്റീവ് അഭിപ്രായങ്ങൾ കേൾക്കേണ്ടി വരികയും ചെയ്യും. നിങ്ങളുടെ പദ്ധതികൾക്ക് ഒരു രൂപം നൽകി അവ യാഥാർത്ഥ്യമാകുമ്പോൾ മറ്റുള്ളവരെ അറിയിക്കുക. അതുവരെ അവയെ സ്വകാര്യമായി തന്നെ സൂക്ഷിക്കുക. നാലാമത്തെ കാര്യം നിങ്ങളുടെ ആരോഗ്യ വിവരങ്ങളാണ്. നിങ്ങളുടെ ആരോഗ്യപരമായ വിവരങ്ങൾ, പ്രത്യേകിച്ച് രോഗങ്ങളെക്കുറിച്ചോ ചികിത്സകളെക്കുറിച്ചോ ഉള്ള കാര്യങ്ങൾ വളരെ സ്വകാര്യമാണ്. ഈ വിവരങ്ങൾ പരസ്യമാക്കുന്നത് പലപ്പോഴും ആളുകളുടെ തെറ്റായ ധാരണകൾക്ക് ഇടയാക്കും. കൂടാതെ ചിലർ ഈ വിവരങ്ങൾ ദുരുപയോഗം ചെയ്യാനും സാധ്യതയുണ്ട്. നിങ്ങളുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ ഡോക്ടർമാരുമായോ വളരെ അടുത്ത കുടുംബാംഗങ്ങളുമായോ മാത്രം പങ്കുവയ്ക്കുക. സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ രോഗാവസ്ഥകളെക്കുറിച്ചോ മരുന്നുകളെക്കുറിച്ചോ ഉള്ള വിവരങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കുക. ആരോഗ്യ വിവരങ്ങൾ ചോർന്നു പോയാൽ അത് നിങ്ങളുടെ തൊഴിൽ സാധ്യതകളെയും വ്യക്തിപരമായ ജീവിതത്തെയും ബാധിച്ചേക്കാം. നിങ്ങൾ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യങ്ങൾ പരസ്യം ചെയ്യുന്നത് ആ പ്രവൃത്തിയുടെ മൂല്യം ഇല്ലാതാക്കും. നിസ്വാർത്ഥമായ സ്നേഹത്തോടെയും കരുണയോടെയും ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അതിൻ്റെതായ ഭംഗിയുണ്ട്. മറ്റൊരാൾക്ക് സഹായം ചെയ്യുന്നത് നിങ്ങളുടെ വ്യക്തിപരമായ സംതൃപ്തിക്ക് വേണ്ടിയായിരിക്കണം, അല്ലാതെ മറ്റുള്ളവരുടെ പ്രശംസ നേടുന്നതിനായല്ല. നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ബൈബിളിലും മറ്റു മതഗ്രന്ഥങ്ങളും ഇത് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. നിങ്ങളുടെ ഇടം കൈ ചെയ്യുന്നത് വലം കൈ അറിയരുതെന്ന്. അഞ്ചാമത്തെ കാര്യം നിങ്ങളുടെ വീടിൻ്റെ കൃത്യമായ വിവരങ്ങളാണ്. നിങ്ങളുടെ വീടിൻ്റെ കൃത്യമായ ലൊക്കേഷൻ, നിങ്ങൾ യാത്ര പോകുന്ന ദിവസങ്ങൾ, വീട്ടിൽ ആരാണുള്ളത് തുടങ്ങിയ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലോ അപരിചിതരമായോ പങ്കുവെക്കുന്നത് വളരെ അപകടകരമാണ്. ഇത് മോഷണങ്ങൾക്കും മറ്റു സുരക്ഷാ പ്രശ്നങ്ങൾക്കും ഇടയാക്കും. നിങ്ങൾ അവധിക്കാലത്ത് യാത്ര പോകുമ്പോൾ ആ വിവരം യാത്ര കഴിഞ്ഞ ശേഷം മാത്രം പങ്കുവയ്ക്കാൻ ശ്രമിക്കുക. കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ലൊക്കേഷനുകൾ പങ്കുവയ്ക്കുന്നതും ഒഴിവാക്കുക. നിങ്ങളുടെ വീടിൻ്റെ സുരക്ഷ ഉറപ്പാക്കാൻ ഈ വിവരങ്ങൾ സ്വകാര്യമായി സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ആറാമത്തെ കാര്യം നിങ്ങളുടെ വ്യക്തിപരമായ കുറവുകൾ അല്ലെങ്കിൽ ദൗർലഭ്യങ്ങൾ പങ്കുവയ്ക്കുന്നതാണ്. നമ്മൾ ഓരോരുത്തർക്കും ചില കുറവുകളും ദൗർബല്യങ്ങളും ഉണ്ടാകും. ഇത് മനുഷ്യ സഹജമാണ്. നിങ്ങളുടെ ഈ കുറവുകൾ പരസ്യമാക്കുന്നത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളെ മുതലെടുക്കാനുള്ള അവസരം നൽകിയേക്കാം. നിങ്ങളുടെ ദൗർബല്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളെ വേദനിപ്പിക്കാനോ പരിഹസിക്കാനോ ഇത് ചിലരെ പ്രേരിപ്പിച്ചേക്കാം. നിങ്ങളുടെ ഈ വ്യക്തിപരമായ കാര്യങ്ങൾ വളരെ വിശ്വസനീയരായ ആളുകളുമായി മാത്രം പങ്കുവയ്ക്കുക. സ്വയം മെച്ചപ്പെടുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അല്ലാതെ നിങ്ങളുടെ കുറവുകൾ പരസ്യമാക്കി മറ്റുള്ളവരുടെ മുന്നിൽ ദുർബലരാകാതിരിക്കുക. സ്വകാര്യത എന്നത് ഒരു അവകാശമാണ്. ഡിജിറ്റൽ ലോകത്ത് നമ്മുടെ വ്യക്തിപരമായ വിവരങ്ങൾക്ക് വലിയ വിലയുണ്ട്. വിവരങ്ങൾ സ്വകാര്യമായി സൂക്ഷിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതം കൂടുതൽ സമാധാനപരവും സുരക്ഷിതമാക്കാൻ കഴിയും. ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുക. എപ്പോഴും ജാഗരൂകരായിരിക്കുക.